യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരമുള്ളിൽ വന്നാലും, വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരമുള്ളിൽ വന്നാലും, രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്ന കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. എന്നെ ശുദ്ധീകരിച്ചിടാൻ ബാലശിക്ഷ നൽകിയാൽ, എന്നെ ശുദ്ധീകരിച്ചിടാൻ ബാലശിക്ഷ നൽകിയാൽ, താതനു നന്ദി കരേറ്റും. ഹല്ലേലൂയ പാടും ഞാൻ, താതനു നന്ദി കരേറ്റും. ഹല്ലേലൂയ പാടും ഞാൻ. യേശു എന്ന അഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. ആകുലങ്ങൾ ഇല്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. ആകുലങ്ങൾ ഇല്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. യേശു എന്ന അഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ മനോഹരമായ നല്ല കർത്തൃസ്ഥനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവം സാവകാശമൊരുക്കുന്നല്ലോ. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് തൻ്റെ മക്കളെ
ദൈവം അത്ഭുതകരമായി പരിപാലിക്കുന്നു. അവൻ്റെ വിശ്വസ്തത അത് വളരെ വലിയതാണ്. ദൈവത്തിന് സ്തോത്രം. 133 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എബ്രായ ലേഖനത്തിലും അതേ വാക്യം വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. 13 അധ്യായത്തിൻ്റെ 1 വാക്യം. ദൈവത്തിന് സ്തോത്രം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. അതേ, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ആരംഭകാലത്ത് സഹോദരപ്രീതി എന്നുള്ളത് ക്രിസ്തുമാർഗത്തിൻ്റെ സവിശേഷതയായിരുന്നു. അവർ ചിലപ്പോൾ അനേക നാളുകൾ സഹോദരങ്ങൾ തമ്മിൽ കാണാതിരുന്നിട്ട് കാണുമ്പോൾ അവർ ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കും. എന്നിട്ട് പരസ്പരം ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ആലിംഗനം ചെയ്ത്, മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു എന്ന് സന്തോഷ കണ്ണുനീരൊഴുക്കി പരസ്പരം പിരിയാറുണ്ട്. അതുപോലെ തന്നെ രക്തസാക്ഷികളായി തീർന്നവർ രക്തസാക്ഷികളാകുവാൻ വേണ്ടി, രക്തസാക്ഷിത്വത്തിന് വേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്നവർ, അഥവാ ഭരണാധിപന്മാരുടെയും മറ്റും ക്രൂരതയ്ക്ക് വിധേയരാകുന്നവർ ഒരവസാനമായി സഹോദരങ്ങളെ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അപ്പോൾ തന്നെ സന്തോഷക്കണ്ണീരൊഴുക്കിക്കൊണ്ട്, മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്നുള്ള പ്രതീക്ഷയോടെ കരഞ്ഞുകൊണ്ടാണ് അവർ കൊലക്കളത്തിലേക്ക് പോകുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ആ സഹോദര സ്നേഹത്തിൻ്റെ തീഷ്ണത ഉണ്ടായിരുന്നു. അതൊരു വിധത്തിൽ മാത്രമല്ല, എല്ലാ തുറയിലും ദൈവമക്കൾക്ക് തമ്മിൽ അതിയായ ആത്മബന്ധം, സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നുള്ള ദൈവമക്കൾ ഓർക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അന്യോന്യം ഉരുകിച്ചേരുന്നതായിരുന്നു അന്നത്തെ സഹോദരപ്രീതി. ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവ് തൻ്റെ മക്കളെ അന്യോന്യം ബന്ധിപ്പിക്കുന്നതിലുപരിയായ, അതിൽ നിന്ന് എത്രയോ മടങ്ങ് ഉപരിയായ സ്നേഹമാണ് ആത്മബന്ധത്തിലുള്ള സഹോദര സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എന്താണ് സഹോദരപ്രീതി? അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടും? ദൈവത്തിന് സ്തോത്രം. വളരെ നടന്ന് ക്ഷീണിച്ച, വലിയ സൂര്യൻ്റെ വലിയ ശക്തിയുള്ള വെയിലിൽ നടന്ന് ക്ഷീണിച്ച, വളരെ ക്ഷീണാവസ്ഥയിലായ ഒരു വ്യക്തി വളരെ ശീതളമായ കൊമ്പുകളോട് കൂടിയ ഇടതൂർന്ന നിബിഡമായ ഇലകളുള്ള പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കീഴിലേക്ക് കയറിയാലുള്ള ആ തണുപ്പ്, അതാണ് വാസ്തവത്തിൽ ഈ ലോകത്ത്, പ്രകൃതിയിൽ, ഈ ലോകമാകുന്ന മരുഭൂമിയിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ക്രിസ്തീയ ജീവിതം ചെയ്ത് മുൻപോട്ട് പോകുന്ന ദൈവമക്കൾക്ക് നിന്ദകളുടെയും അപമാനത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ദുഷിയുടെയും പഴിയുടെയും അപമാനത്തിൻ്റെയും ഒക്കെ വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ, വളരെ ചൂടേറിയ അവസ്ഥയിൽ സഹോദര സ്നേഹം അവരുടെ ഉള്ളിനെ തണുപ്പിക്കുന്നു. ദൈവസാന്നിധ്യം, സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുവാനുള്ള ദൈവസാന്നിധ്യം
2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നുള്ള വാഗ്ദത്തം അതവരെ എന്തെന്നില്ലാത്ത ആത്മനിർവൃതിയിലാക്കുന്നു. ആളുമാറിയവരെ പോലെ അവർ ദൈവസന്നിധിയിൽ നിന്ന് ശക്തി സംഭരിച്ച് പുറത്തേക്ക് പോകുവാനിടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇതാ സഹോദരൻ 133 സങ്കീർത്തനത്തിന് 1 വാക്യം, സഹോദര സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ശുഭവും മനോഹരവുമാണ്. 2 കാര്യങ്ങളോട് ഉപമിക്കുന്നു. വിശേഷ തൈലവും ഹെർമോൻ മഞ്ഞുമാണ്. ഒന്നാമത് വിശേഷ തൈലം പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദര സ്നേഹവും ഐക്യവും ഉള്ളിടത്ത് ഒരൊഴുക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹ ഒഴുക്കുള്ള സഭയിൽ സ്വർഗീയ സൗരഭ്യമുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വെങ്കൽ ഭരണി പരിമള തൈലം പൊട്ടിയപ്പോൾ മുറിയിലുണ്ടായിരുന്നവരൊക്കെ സൗരഭ്യമായതുപോലെ ദൈവത്തിന് സ്തോത്രം. ദൈവസാന്നിധ്യത്തിൽ ദൈവജനത്തിൻ്റെ നടുവിൽ സൗരഭ്യം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അത് ഏറിയ നാളുകളിലെ പരിശ്രമശേഷമാണ് ആ സഹോദരി മറിയ അത് സംഭരിച്ചത് എന്ന് നാം വായിക്കുന്നത് പോലെ സഹോദര സ്നേഹം വളരെ ക്രമീകൃതമായി പ്രാപിക്കേണ്ടതാണ്, നേടിയെടുക്കേണ്ടതാണ്. അതിൻ്റെ നടുവിലുള്ള ദൈവസാന്നിധ്യവും അനുഭവിക്കുവാൻ അങ്ങനെ നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞാണ്. ഹെർമോൻ ലബാനോനിലെ ഒരു പർവ്വതമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്ന രൂപാന്തരമല മറുരൂപമലയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിന് 3 കൊടുമുടികളുണ്ട്. ഹെർമോൻ പർവ്വതത്തിന് ആണ്ടിൻ്റെ മിക്ക അവസരങ്ങളിലും അതിൻ്റെ മുകൾ ഭാഗം മഞ്ഞ് മൂടിക്കിടക്കും. അതിൻ്റെ അടിവാരത്ത് മനോഹരമായ മുന്തിരിത്തോപ്പുകളും മരങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം അത് ഉപമാനമാക്കിയിരിക്കുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. സിയോനും ഹെർമോനും അകലെയുള്ള 2 സ്ഥാനങ്ങളാണെങ്കിലും സിയോൻ പർവ്വതത്തിൽ ഹെർമോന്യ മഞ്ഞ് പെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം നമുക്ക് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ കാണുന്നതിനാൽ അവിടെ പറയുന്ന ആ വാദം നിലനിൽക്കുന്നില്ല. ഈ ഹെർമോൻ പർവ്വതത്തിൽ മഞ്ഞ് എപ്പോഴും സമൃദ്ധമാണ്. ഈ മഞ്ഞുള്ളത് കൊണ്ട് രാത്രിയിൽ മഴ പെയ്താൽ എന്ന പോലെ അവരുടെ കൂടാരങ്ങൾ ഉഷ്ണകാലത്തും ശീതളമായി മനോഹരമായ തണുപ്പ് കൊണ്ട് നന്നായി നനഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് സിയോനിൽ പതിക്കും. വിശുദ്ധ ഐക്യം ദൈവസഭയെങ്കിലുള്ള മഞ്ഞുതുള്ളി പോലെയാണ്. അത് ജീവദായകമായതിനാൽ, ഉപമാനമായി പറഞ്ഞാൽ കൃപയുടെ ചെടികൾ അത് നനച്ച് വളർത്തും. ഉയരത്തിൽ നിന്ന് പെയ്യുന്ന ഈ മഞ്ഞ് മാലിന്യമൊട്ടുമേശാത്തതും നിശബ്ദമായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. ദൈവത്തിന് സ്തോത്രം.
യഥാർത്ഥ സഹോദര കൂട്ടായ്മ വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ വിശുദ്ധിയിലും ശാന്തതയിലും കുളിർമ പ്രദാനം ചെയ്യുന്ന മഞ്ഞുപോലെ സിയോൻ മുഴുവനും വിശുദ്ധിയുടെ വെണ്മയാൽ നിറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ആ സഹോദര കൂട്ടായ്മയിൽ എന്താണ് സംഭവിക്കുന്നത്? യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദര സ്നേഹമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്. സഹോദര സ്നേഹമുള്ളിടത്ത് ശാശ്വത സമാധാനം ഉണ്ട്. 1 കൊരിന്ത്യർ 13 2 കൊരിന്ത്യർ 13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 13 വാക്യത്തിൽ 2 കൊരിന്ത്യർ 13 തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുവീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിക്കുവീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പൗലോസിൻ്റെ വാക്കുകൾ എത്ര മനോഹരമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം ദൈവസഭയിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പി ലേഖനത്തിലും നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ശ്ലീഹ പറയുന്നത് ഫിലിപ്പിയർ 4:9 നാം ഇങ്ങനെ വായിക്കും. എന്നോട് 8 ഭാഗം ചേർത്ത് വായിച്ചാൽ, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽപ്രവൃത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടത്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും, എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ദൈവത്തിന് സ്തോത്രം. 7 വാക്യത്തിൽ, എന്നാൽ സകലബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. എത്ര മനോഹരമായ ആശ്വാസവചനങ്ങളാണ്. ഈ സിയോൻ പർവ്വതത്തിൽ അനേക പുഷ്പങ്ങളും ഫലങ്ങളും വിരിയുന്നു. നമ്മുടെ കൂടിവരവുകൾ ഈ നിലയിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ്. മഞ്ഞില്ലായ്മ വരൾച്ചയുടെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അവിടെ എന്ന പദം ഊന്നി പറഞ്ഞിരിക്കുന്നു. അതായത് അവിടെ അല്ലാതെ മറ്റെങ്ങുമല്ല യഹോവ അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനല്ല, അവിടെ യഹോവയാണ് അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം മനുഷ്യർക്ക് ആർക്കും സ്വതവേ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് ക്രമീകൃതമായി കൃത്രിമമായ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാക്കുവാൻ സാധ്യമല്ല. വലിയ താടിമോടി കൊണ്ടോ ബഹളം കൊണ്ടോ ഒന്നും അനുഗ്രഹം, സംഗീതോപകരണങ്ങളുടെ കൊഴുപ്പ് കൊണ്ടൊന്നും അനുഗ്രഹം ഉണ്ടാകുകയില്ല. കൃത്രിമമായ അനുഗ്രഹം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതും ദൈവഹിതമല്ല.
അത് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഇത്രത്തോളം മനോഹരമായ അന്തരീക്ഷത്തിൽ കൂടി വരുന്ന, ഹൃദയാംഗമായ സ്നേഹത്തിൽ പെരുകി വരുന്ന അനുഗ്രഹം? അവിടെയാണ് അനുഗ്രഹം യഹോവ കൽപ്പിച്ചിരിക്കുന്നത്. അനുഗ്രഹം കൽപ്പിക്കുന്നത് മനുഷ്യരല്ല, യഹോവയാണ്. ദൈവത്തിന് സ്തോത്രം. അത് തടയാൻ സാധ്യമല്ല. എന്തനുഗ്രഹമാണ് യഹോവ കൽപ്പിച്ചിരിക്കുന്നത്? ശാശ്വതമായ ജീവൻ. ദൈവത്തിന് സ്തോത്രം. ശാശ്വതമായ ജീവനുകൾ ബഹുവചനത്തിലാണ്, മൂലഭാഷയിൽ ലൈഫ്സ്. ദൈവത്തിന് സ്തോത്രം. കാണുന്നത് യഹോവയായ ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവനുകളുടെ ശ്വാസമൂതി എന്നാണ്. ബ്രീത്ത് ഓഫ് ലൈഫ്സ് മൂലഭാഷയിലുള്ളത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ അതിനുശേഷമുള്ള മനുഷ്യ കുടുംബത്തിൽ ജാതരായിട്ടുള്ള കോടി കോടി ജനങ്ങളുടെ ജനനം നടക്കുവാൻ ശക്തിയുള്ള ജീവൻ്റെ ശ്വാസം യഹോവ അവനിലേക്ക് ഊതിയെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അതേ പദമാണ് യഹോവ കൽപ്പിക്കുന്ന അനുഗ്രഹത്തെയും കുറിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ ഈ ശുഭവും മനോഹരവും ഐക്യവുമുള്ളിടത്ത്, സഹോദരന്മാർ ഐക്യമായി പാർക്കുന്നിടത്ത് യഹോവയുടെ ശാശ്വതമായ ജീവനുകൾ ഉണ്ട്. യഹോവ നൽകുന്ന ഈ ജീവൻ പ്രാപിച്ചവൻ നിത്യതയിൽ എന്നേക്കും അവനോട് കൂടെ വാഴും. ഇത്ര മഹത്തായ ജീവൻ, യഹോവ നൽകുന്ന ജീവൻ പ്രാപിക്കുന്നതിന് എന്തും ത്യജിക്കാൻ നാം സന്നദ്ധരാകേണ്ടതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ സകലതും ത്യജിച്ചെന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. കുറച്ച് പേര് ഇതുപോലുള്ള വാക്കുകൾ കേട്ടപ്പോൾ കഠിന വാക്കെന്ന് പറഞ്ഞു പോയി. അവസാനം ശിഷ്യന്മാർ 12 പേര് നിന്നു. ഉടനെ കർത്താവ് അവരോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ഉടനെ കർത്താവിൻ്റെ ശിഷ്യൻ പത്രോസ് അവനോട് പറഞ്ഞു, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചു. ഞാൻ ആ ഭാഗങ്ങളൊന്നും വിസ്തരിക്കുന്നില്ല. നമ്മുടെ ദിവ്യ സമ്പത്ത് കർത്താവാണ്. അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. അവൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിത്യജീവനുകൾ, അവിടെയല്ലോ സന്തോഷവും നിത്യജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നാം വായിച്ചു നോക്കണം. ദൈവവേദിലെ ദൈവസന്നിധിയിൽ വന്ന് സന്തോഷിക്കുന്ന, സഹോദര സ്നേഹം അനുഭവിക്കുന്ന, അതിൻ്റെ നടുവിലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, വാഗ്ദത്ത പ്രകാരം 2-3 പേരുടെ നടുവിൽ കൂടി വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന
യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഇറങ്ങി വന്ന നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്വർഗീയ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ദൈവപൈതലിന് ജീവനുകളുണ്ട്, നിത്യജീവനുണ്ട്. ആ വീടല്ലോ ദൈവമാനുഗ്രഹവും നിത്യജീവനും കൽപ്പിച്ചിരിക്കുന്നത്. സോദരർ ചേർന്നു വസിച്ചിടുന്ന ഇതെത്ര ശുഭവും മനോഹരവും ആകുന്നു. ആ വീടല്ലോ ദൈവമാനുഗ്രഹവും നിത്യജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഇതു യഹോവയുണ്ടാക്കിയ സുദിനം, ഇന്നു നാം സന്തോഷിച്ചാനന്ദിക്കാം. ഇതു യഹോവ ഉണ്ടാക്കിയ സുദിനം. ഇതിൻ്റെ ഒരു മറുവശം കൂടെ പറയട്ടെ. ചിലർ പറയുന്ന കേൾക്കാറുണ്ട്, 2-3 പേർ കൂടിയാൽ അതിൻ്റെ നടുവിൽ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് സഭയായിട്ട് കൂടി ആരാധിച്ചില്ലെങ്കിലും വീട്ടിലിരുന്ന് ആരാധിച്ചാലും ദൈവം കേൾക്കുമെന്ന്. ദൈവവേദനയെ അങ്ങനൊന്നും നേതൃത്വത്തിൽ പറയുന്നില്ല. ദൈവജനമായിട്ട് സഭയിലുള്ള ജനവുമായിട്ട് ഒന്നിച്ചിരുന്ന് ആരാധിക്കുവാൻ കഴിയാതെ, അതിനുള്ള ഏകാഗ്രതയില്ലാതെ, അതിനുള്ള മാനസിക സന്നദ്ധയില്ലാതെ നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും ദൈവം വാസ്തവമായി വന്നുകൊള്ളണമെന്നില്ല. അതുകൂടെ അറിയണം. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ദൈവത്തിൻ്റെ സന്തോഷവും ശാശ്വത ജീവനും. എവിടെ? നിസ്വാർത്ഥമായി ശിശുക്കളെപ്പോലെ ശിശുതുല്യമായി കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ. ദൈവത്തിന് സ്തോത്രം. നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും. കൂട്ടുസഹോദരന്മാർ അന്യോന്യ സ്നേഹിതന്മാരും വീണ്ടെടുപ്പിനാൽ നാം അന്യോന്യ സഹോദരന്മാരുമാകുന്നു. സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മഹത്വമുള്ള സാന്നിധ്യത്തിനായി സ്തോത്രം. അന്യോന്യം സ്നേഹിപ്പാനും കർത്താവിനെ സ്നേഹിപ്പാനും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും എന്ന് ഞങ്ങളോട് കൽപ്പിച്ച കർത്താവിനെ സ്നേഹിപ്പാനും ആരാധിപ്പാനും നിത്യജീവൻ്റെ വിവിധ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും കൃപ ചെയ്യണം. ഈ മനോഹരമായ കർത്തൃദിവസത്തിനായി സ്തോത്രം. നിൻ്റെ ജനത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. വിഷയങ്ങൾക്ക് വിടുതലേറ്റെടുക്കുന്നു. നന്മയും കൃപയും നൽകിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവർക്കും മനോഹരമായ പ്രഭാതവന്ദനം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.